അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് CICC ബുക്സിൻ്റെ ശ്രീ ജയചന്ദ്രനാണ്. CICC ജയചന്ദ്രൻ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തക പ്രസാധക സംഘമാണ് CICC ബുക്സ്. 1970-കളിൽ തന്നെ 71-ലോ മറ്റോ തന്നെ MDയുടെ നിഴലാട്ടം പ്രസിദ്ധീകരിച്ചത് CICC ബുക്സാണ്. മാത്രമല്ല ശ്രീ ജയചന്ദ്രൻ്റെ പിതാവ് സമാധാനം പരമേശ്വരൻ നമ്മുടെ വളാഞ്ചേരി സ്വദേശിയാണ്. വെള്ളാട്ട് പരമേശ്വരൻ എന്നാണ് പേര്. സമാധാന പ്രസ്ഥാനവുമായി സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സമാധാനം പരമേശ്വരൻ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്നു. അമ്മ സുഭദ്ര പരമേശ്വരൻ അനേകം പുസ്തകങ്ങൾ റഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ കഥ, അതേപോലെ ചെന്നായ്ക്കൾക്കിടയിൽ തുടങ്ങി മറ്റനേകം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ബെസ്റ്റ് പബ്ലിഷർ അവാർഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിൻ്റെ ബെസ്റ്റ് പബ്ലിഷർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 4 നീണ്ട പതിറ്റാണ്ടുകൾ കേരളത്തിൽ പ്രസാധന രംഗത്ത് നിലനിൽക്കുന്ന ശ്രീ CICC ജയചന്ദ്രൻ സാറിനെ സംസാരിക്കുവാനായി സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട TT വാസുദേവൻ, എൻ്റെ പ്രിയ സുഹൃത്ത് പെപ്പിൻ തോമസ്, മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിലെ നൗഷാദ്, പ്രിയപ്പെട്ട പ്രതാപൻ തായാട്ട്, ശ്രീ E രാജേന്ദ്രകുമാർ, ഇവിടെ എവിടെയോ ഒക്കെ നിന്നുകൊണ്ട് എഴുത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച 2 അക്ഷരം കൊണ്ട് മലയാളം നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മനുഷ്യൻ്റെ അദർശ്യമായ സാന്നിധ്യം ഈ തുഞ്ചൻ പറമ്പിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ഇതിലേക്ക് വലത് കാല് വച്ച് കയറിയപ്പോൾ എനിക്ക് തോന്നി. ഞാനിന്ന് ശ്രീകുമാർ എന്നെ വിളിച്ചപ്പോൾ പൊതുവേ കണ്ണിൽ ഗ്ലൂക്കോമ ബാധിച്ച അവസ്ഥയിലായതുകൊണ്ട് യാത്ര വളരെ കുറവായ ഒരു സമയത്ത് ശ്രീകുമാർ ഇങ്ങനെ പ്രസാധകരും MTയും എന്നൊരു പരിപാടി തുഞ്ചൻപറമ്പിൽ നടക്കുന്നുണ്ട്. MT സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ആണത്. പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ആലോചിക്കാതെ ഞാൻ വരാം എന്നാണ് പറഞ്ഞത്. കാരണം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് MT എന്ന 2 അക്ഷരം പുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഒരു ഘടകമാണ്. ഇന്നും മലയാളത്തിൽ ഏറ്റവും അധികം ആളുകൾ വാങ്ങുകയും വായിക്കുകയും വായിക്കുന്നു എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. വാങ്ങുന്ന പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അവയിൽ പലതും വായിക്കപ്പെടാറില്ല എന്നുള്ള വസ്തുതയും സത്യമാണ്. വാങ്ങിയവരെല്ലാം വായിച്ച പുസ്തകങ്ങളാണ് MT വാസുദേവൻ നായരുടേത്. നിങ്ങൾക്കത് വായിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അത് തികച്ചും ആത്മാർത്ഥതയോടുകൂടി എഴുതപ്പെട്ടതാണ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കൂടെ ഒരിക്കൽ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരുടെ ഓഫീസിൽ വെച്ച് ഈ വലിയ മനുഷ്യനെ കാണുന്നത്. അന്നാണ് അദ്ദേഹം നിഴലാട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിരക്കഥ അച്ഛന് പ്രസിദ്ധീകരിക്കാൻ നൽകുന്നത്. പിന്നീട് 1980-കളിൽ പുസ്തക വിൽപ്പനയുമായി വരുമ്പോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ കുത്തകയായിരുന്നു കേരളത്തിലെ പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അക്കാലത്തും ആളുകൾക്കെടുത്ത് ധൈര്യമായി കൊടുക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്ന് ചോദിച്ചാൽ അത് നാലുകെട്ടും നമ്മുടെ
രണ്ടാമൂഴം വന്നിറങ്ങിയിട്ടില്ല. ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പുസ്തകങ്ങളിൽ തന്നെ 40 വർഷമേ ആയിട്ടുള്ളൂ രണ്ടാമൂഴം ഇറങ്ങിയിട്ട്. കാലവും നാലുകെട്ടും, MTയുടെ കഥകളും, ഇങ്ങനെ മലയാളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളെ പുസ്തകങ്ങളോട് ചേർത്ത് പിടിച്ചത്, വായിച്ചേ തീരൂ എന്ന അവസ്ഥ അവർക്കുണ്ടാക്കിയത്. ഒട്ടേറെ വിമർശനങ്ങൾ ആ കാലത്തുണ്ടായെങ്കിലും താൻ സാഹചര്യത്തിൽ, തനിക്കറിയാവുന്ന ജീവിത സാഹചര്യത്തിൽ തൻ്റെ ചുറ്റുപാടുകളെ ഒപ്പിയെടുത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും വാക്കുകളും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി മലയാളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ ഗണത്തിൽ MT വാസുദേവൻ നായർ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെ കേരളത്തിലെ പുസ്തക പ്രസാധകനെ സംബന്ധിച്ച്, പുസ്തക വിൽപ്പനക്കാരനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ അന്നം നൽകിയ ആളുകളിൽ ഒരാളതാണ്. നിങ്ങൾക്ക് ധൈര്യമായി നാലുകെട്ടിൻ്റെ 25 ഓ 50 കോപ്പി കയ്യിൽ കാശുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കാം. കാലം മേടിക്കാം, നാലുകെട്ട് മേടിക്കാം. എന്തിനധികം MT വാസുദേവൻ നായരുടെ തിരക്കഥകൾ പോലും പണ്ടൊരിക്കൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എറണാകുളത്ത് MT അനുസ്മരണം നടത്തിയപ്പോൾ സിബി മലയിൽ എന്ന് പറയുകയുണ്ടായിരുന്നു, MTയുടെ തിരക്കഥകൾ നേരത്തെ പെപ്പിൻ പറഞ്ഞ പോലെ പെർഫെക്റ്റ്, ഒരു ക്യാമറാമാൻ മാത്രമുണ്ടെങ്കിൽ സംവിധായകൻ്റെ ആവശ്യമില്ലാതെ തന്നെ അതിമനോഹരമായി അഭ്രപാളിയിലേക്ക് പകർത്താവുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ തിരക്കഥകളും. അങ്ങനെ ജീവിതത്തിലൊരു വലിയ വിജയമായി മാറിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുന്നത് പോലെ ഒരുപക്ഷെ മറ്റാരും സമീപകാലങ്ങളിലോ ഇനി വരുന്ന അടുത്ത കാലങ്ങളിലോ അടയാളപ്പെടുത്താൻ സാധ്യതയില്ല. കാരണം MT അത്രമാത്രം ഉന്നത ശീർഷനാണ്. പെപ്പിൻ നേരത്തെ തുറന്നു വെച്ചു. എനിക്കൊക്കെ അത്ഭുതമായിരുന്നു. 1986 പെപ്പിൻ തോമസിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ പ്രമുഖരായ പുസ്തക പ്രസാധകരിൽ നിന്നും, പെപ്പിൻ അന്ന് പുസ്തകക്കട തുടങ്ങുന്ന സമയമാണ്, ഞാൻ ആ സമയത്ത് എനിക്കറിയാവുന്നതാണ് നന്നായിട്ട്. അന്ന് തൃശ്ശൂർ കറണ്ടുമായി ബന്ധപ്പെട്ട് ഇവർ പിച്ച വെച്ച് തുടങ്ങുന്ന രണ്ടാമത് തൃശ്ശൂർ കറണ്ട് പുസ്തക പ്രസിദ്ധീകരണ രംഗത്തേക്ക് വരുമ്പോൾ ചുറ്റും നിന്ന് വലിയ വലിയ പ്രസാധകരായ ആളുകൾ ഉള്ളപ്പോൾ തന്നെയാണ് ആ കടന്നുവരവ്. തൻ്റെ പ്രമുഖരായ പ്രസാധകർ കൃത്യമായി റോയൽറ്റി, വലിയ തുക റോയൽറ്റി തരുന്ന പ്രസാധകരിൽ നിന്ന് തൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ പിൻവലിച്ച് നാളെ പെപ്പിന് എങ്ങനെ എത്തും എന്നുള്ള യാതൊരു ഉറപ്പുമില്ലാതെ രണ്ടാമത് പ്രസിദ്ധീകരണ രംഗത്തേക്ക് പെപ്പിൻ തോമസ് കടന്നു വരുമ്പോൾ ആ വലിയ റിസ്ക് എടുക്കാൻ, അതായത് തൻ്റെ വലിയ പ്രസാധകരെ, തൻ്റെ മികച്ച പ്രസാധകരെ, സാഹിത്യപ്രവർത്തക സഹകരണ സംഘം അടക്കമുള്ള വലിയ പ്രസാധകരുടെ കയ്യിൽ നിന്ന് ആ പുസ്തകങ്ങളെല്ലാം തിരിച്ചു വാങ്ങി പെപ്പിൻ തോമസിന് നൽകുക എന്നൊരു തീരുമാനം ഒരു പക്ഷേ കേരളത്തിലെ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ പോലും തോന്നില്ല. അതായിരുന്നു MT വാസുദേവൻ നായർ എന്നൊരു മനുഷ്യൻ. ഈ എറണാകുളം നഗരത്തിലൊക്കെ MTയെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വാസുദേവൻ പറഞ്ഞതുപോലെ ആദ്യം വിളിക്കുക പെപ്പിനെയാണ്. പെപ്പി വാസുവേട്ടനെ ഒരു പരിപാടിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്പിൻ വഴിയാണ് അവിടെ നടക്കുന്ന മിക്കവാറും എല്ലാ പരിപാടികളിലും MT വാസുദേവൻ നായരെ കൊണ്ട്. അപ്പോൾ ഇവൻ വിളിച്ച് പറയുകയും ചെയ്യും, നീ ഒന്ന് ചെന്നേക്കണേ വാസുവേട്ടൻ്റെ കൂടെ എപ്പോഴും. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇതേപോലെ ഒരു അവസരത്തിൽ എറണാകുളത്ത് വന്നപ്പോൾ TDM ഹാളിൻ്റെ 90ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നവതി ആഘോഷത്തിൻ്റെ ചടങ്ങുമായിട്ട് MT വാസുദേവൻ നായർക്ക് നവതി പുരസ്കാരം നടക്കാൻ എറണാകുളം TDM ഹാൾ തീരുമാനിച്ചു. അപ്പം അന്ന് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ അദ്ദേഹമുണ്ട്. അപ്പോൾ എറണാകുളത്തെ ഭാരവാഹികളെല്ലാവരും കൂടി പറഞ്ഞു, നീ കൂടി പോ. അപ്പം ഞാൻ ചെന്ന് കണ്ടു. ഞാൻ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നവതി പുരസ്കാരം, സാഹിത്യത്തിനുള്ള നവതി പുരസ്കാരം വാസുവേട്ടന് നൽകാനാണ്. എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ അതിനുവേണ്ടി വരില്ല, ലീലാവതി ടീച്ചർക്ക് കൊടുക്കുക. ലീലാവതി ടീച്ചർക്കാണ് ആ പുരസ്കാരത്തിന് ഏറ്റവും അർഹതയായിട്ടുള്ള ആൾ. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്,
നിങ്ങൾ എനിക്കല്ല ഈ പുരസ്കാരം തരേണ്ടത്, ഡോക്ടർ എം ലീലാവതിക്കാണ്. അങ്ങനെ കമ്മിറ്റി കൂടി MTയുടെ നിർദ്ദേശപ്രകാരം നവതി സാഹിത്യ പുരസ്കാരം അന്ന് ലീലാവതി ടീച്ചർക്കാണ് നൽകിയത്. അപ്പം അത്തരമൊരു ആളാണ് ആ മനുഷ്യൻ എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യമാണ് ഈ മണ്ണ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്നും അത് മുഖം ഓർമ്മയിൽ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.